CRX നമ്മുടെ നല്ല യൂണീക്ക് ആയിട്ടുള്ള നമ്മുടെ യൂണിമങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ FMSൻ്റെ ആണ് കേട്ടോ യൂണിമങ് എന്ന് പറയുന്നത്. നമുക്ക് 3 കളേഴ്സിൽ FMSൻ്റെ ഈ വണ്ടി അവൈലബിൾ ആണ്. 1/24 സ്കെയിൽ വരുന്ന FCX24 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് കേട്ടോ യൂണിമങ്. ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വണ്ടി നമ്മുടെ ടാറ്റയുടെ 407 പോലൊക്കെ 407 പോലൊക്കെ തോന്നില്ലേ? അപ്പം ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് 407 ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വണ്ടിക്കകത്ത് വണ്ടി ഭയങ്കര രസമാണ്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം വെച്ചാൽ വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്, സാധാരണ ഒരു കാറ് പോലല്ല, ട്രക്കാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ബാക്കൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കാം കേട്ടോ. നമുക്ക് ബാക്കൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് വെയിറ്റ് ഒക്കെ വെക്കാം. ടയറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഓഫ് റോഡ് കയറുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഒക്കെ ഒത്തിരി ഉപകരിക്കും. ഈ ഫ്രണ്ട് ഡോസ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ, പക്ഷേ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കാം. ബോണറ്റിൻ്റെ അകത്താണ് നമ്മുടെ എല്ലാ ഇലക്ട്രോണിക്സ് ഇരിക്കുന്നത്. കുഞ്ഞൊരു ബാറ്ററിയാണ് കേട്ടോ, ഒരു 300-350 mAh വരുന്ന ഒരു കുഞ്ഞു ബാറ്ററിയാണ്. ബാറ്ററി കണക്ട് ചെയ്ത് വൺസ് ഇത് ഓൺ ആക്കിയിട്ട് നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. റിമോട്ട് ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് വെക്കും. ഒരു സൗണ്ടോട് കൂടി കണ്ടില്ലല്ലോ കണ്ടേ ഒരു സൗണ്ടോട് കൂടി ഇത് കണക്ട് ആവും. ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ത്രോട്ടിലും സ്റ്റിയറിങ്ങും 2 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗളിംഗ് ഗിയറിലാണ് കിടക്കുന്നത് കേട്ടോ. ക്രൗളിംഗ് മോഡാണ് സംഭവം, അതായത് ലോ ഗിയർ കേട്ടോ, നല്ലപോലെ ക്രൗൾ ചെയ്യുന്ന ഗിയർ. ഇനി ഇത് നടുക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ന്യൂട്രൽ ഗിയർ ആട്ടോ. ഇതിൽ വണ്ടി മൂവ് ആവില്ല കേട്ടോ, വണ്ടി ഇങ്ങനെ നിൽക്കത്തുള്ളൂ, മൂവ് ആകില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ റോഡൊക്കെ ഓടിക്കാൻ പറ്റിയ ടൈപ്പാവും കേട്ടോ. അപ്പോൾ ഓൺ റോഡ് ഓടിക്കാൻ ഭയങ്കര ചാട്ടം കേട്ടോ ഈ വണ്ടികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചാടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രാഗ് ബ്രേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ ഓഫ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. റബ്ബ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. ആ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലിങ്ക് ആവും. ലൈറ്റ് ബ്ലിങ്ക് ആയി. ഈ ലൈറ്റ് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ പ്ലസ് മൈനസ്, ത്രോട്ടിലിൻ്റെ പ്ലസ് മൈനസ്, ഇതൊക്കെ ഓരോ ഡ്രാഗ് ബ്രേക്കിൻ്റെ ഓപ്ഷൻസാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ബ്രേക്ക് 0 ആണെന്നാണ്. ഈ ത്രോട്ടിലിൻ്റെ ഏറ്റവും അവസാനത്തെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേട്ടുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ 100% ഡ്രാഗ് ബ്രേക്കാണ്. ഇപ്പോൾ പക്ക ഡ്രാഗ് ബ്രേക്ക് ആയിരിക്കുകയാണ് കേട്ടോ. അതായത് ഭയങ്കര ഡ്രാഗ് ആയിരിക്കും. ഈ സാധനം മുമ്പോട്ട് നീങ്ങത്തില്ല. അത് ഈ പൊക്കി വെച്ചാലും കണ്ടതേ ഇത് പോത്തില്ല, ഇത് നീങ്ങത്തില്ല, ഇത് ലോക്കാണ്. അപ്പോൾ നമ്മൾ 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കുറച്ചൊക്കെ നീങ്ങി തുടങ്ങും കേട്ടോ. കണ്ട നമ്മൾ ചെറിയൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങി തുടങ്ങും. അപ്പോൾ ഇത് 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ലോ ഗിയറിലായതുകൊണ്ട് കേട്ടോ. ഇതിപ്പോൾ നോർമൽ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നീങ്ങും. പിന്നെ നമ്മുടെ ലോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പിടുത്തം ഓൾറെഡി ഇതിന് വരും. ഓക്കെ, ഇതിന് ശേഷം വളരെ സിമ്പിളായിട്ട് അത് തന്നെ ആ ഒരു കീ തന്നെ ഒരു 2 പ്രാവശ്യം നിൽക്കുമ്പോഴത്തേക്കും ലൈറ്റ് സോളിഡായിട്ട് കത്തിക്കുമ്പോൾ പഴയ മോഡിലേക്ക് വരും. അത്രയേ ഉള്ളൂ ഡ്രാഗ്. അപ്പോൾ നമ്മൾ എത്രയാണോ ഡ്രാഗ് ഇവിടെ സെറ്റ് ചെയ്ത് ആ ഡ്രാഗിലേക്ക് 0, 50, 75 അതുപോലെ 100 അങ്ങനെ 4 രീതിയിൽ നമുക്ക് ഡ്രാഗ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ചെറിയൊരു വണ്ടിക്ക് ഇത്രയും ഫീച്ചർ കൊടുത്തത് ഒരു വലിയ കാര്യമാണ്. ചാടുന്നതാണ് ഭയങ്കര ചാട്ടോ കേട്ടോ. നോർമൽ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടോ. ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും അവൈലബിൾ ആണ് കേട്ടോ. അതാണ്ട് യൂണിമങ്ങിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൽ ഓരോ സ്പെയർ പാർട്സിൻ്റെയും കോഡ് അടക്കം എഴുതിയിട്ടുണ്ട്. സ്പെയർ പാർട്സ് വാങ്ങാൻ പറ്റും. ബാറ്ററി ചാർജർ അടങ്ങുന്ന ഫുൾ കിറ്റിൻ്റെ പ്രൈസാണ് 19,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അത്രയൊക്കെ തന്നെ യൂണിമങ്ങിനെ പറ്റി പറയാനുള്ളൂ. സിമ്പിളായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമുള്ള, എന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സായി, യൂട്യൂബ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി